അറിയാം, ഞാനിപ്പോൾ ഉള്ളത് ശ്രീധരന് ഇവിടെ നിന്ന് അതിക്രൂരമായി കാട്ടുപന്നിയുടെ ഭാഗത്തു നിന്ന് കുത്തിപ്പരിക്കേൽപ്പിക്കപ്പെട്ട ആ സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെരുപ്പ് കാണാം, നിരത്ത് വീണ രക്തത്തുള്ളികൾ കാണാം. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ നിന്ന് ഏതാനും 200 മീറ്റർ അകലെയാണ്. ചെറിയൊരു തോടൊക്കെ കടന്നു വേണം അദ്ദേഹത്തിൻ്റെ വാഴത്തോപ്പിലേക്ക് എത്താൻ. ഇവിടെ അദ്ദേഹം രാവിലെ ചെടികളൊക്കെ തന്നെ നനയ്ക്കുന്നതിനായിട്ട് ഇവിടെ വാഴയും തൊട്ടപ്പുറത്തൊക്കെ തന്നെ ചീരയും അതുപോലെ കപ്പയും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം അത് നനയ്ക്കുവാനായിട്ടാണ് അത് രാവിലെ എത്തിയത്. ഞായറാഴ്ച ദിവസമായിരുന്നു, അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ തന്നെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പെട്ടെന്ന് പരിക്കേറ്റ സമയത്ത് പെട്ടെന്ന് ആർക്കും തന്നെ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് പ്രദേശവാസിയായ നാണുവേട്ടനാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ പരിക്കേറ്റ നിലയിൽ അദ്ദേഹത്തെ കാണുന്നത്. ചേട്ടൻ വരുമ്പോൾ എന്തായിരുന്നു കണ്ടത്? ഞാൻ കണ്ടു ഇവിടെ കിടക്കുന്നു, അദ്ദേഹം കൂടിക്കിടക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് രക്തമുണ്ട്, ഇങ്ങനെ ഒരുപാട് ഒലിക്കുന്നുണ്ട്. കുറേ മുറിവുകളുണ്ടായിരുന്നു ശരീരത്തിൽ. കാട്ടുപന്നി എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു? കാട്ടുപന്നിനെ ഞാൻ കണ്ടു, അങ്ങോട്ട് പോകുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് പോകുന്നു, പാടത്തിൻ്റെ നേരെ അപ്പുറത്തേക്ക് പോയി. അങ്ങോട്ട് ഇല്ലെങ്കിൽ മുറി അങ്ങോട്ട് പോയി. ആളുകൾക്കിപ്പോഴും ആ ഒരു ഭീതി പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല എന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസം വരെ അവരോടൊപ്പം തന്നെ സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരാളെയാണ് ഇപ്പോൾ കാട്ടുപന്നി. കാരണം കാട്ടുപന്നിയും കുരങ്ങനൊന്നും അത്ര വലിയ ഭീതിയില്ല എന്നൊക്കെ തന്നെ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പക്ഷേ അത്രത്തോളം ഉപദ്രവമില്ല എന്നൊക്കെ തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ജീവികളാണ് ഇപ്പോൾ നേരിട്ട് ആളുകളുടെ ജീവൻ എടുക്കുന്ന രീതിയിലേക്ക്. ഒരു 70-കാരന് അത്രത്തോളം അതിക്രൂരമായി ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരും പരിചയക്കാരൊക്കെ തന്നെ ആ ഒരു ഞെട്ടൽ എല്ലാവർക്കും പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ മറ്റൊരു പരിസരവാസി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ കാട്ടുപന്നിന്ന് കൊടുക്കരുത്. റിപ്പോർട്ട് വെച്ച് കഴിയുമ്പോൾ കാട്ടുപന്നി എന്നല്ല പറയുന്നത്, നാട്ടുപന്നി. വന്യജീവിക്കാരുടെ പിന്നെ നല്ല പ്രൊട്ടക്ഷൻ. നമ്മൾ ഇവിടെ രാവിലെ വയലിലുള്ളതാണ്. നാളെ ഒരു ദിവസം നമ്മളിങ്ങനെയാവും. കുറേ ചേനലാണ് വരും, ഒരു 10 ലക്ഷം റുപ്യ തന്ന പരിഹാരമാവില്ല. നിയമം ഭേദഗതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിർബന്ധമായും. ഏറെ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആളുകൾക്ക് ആ ഒരു രോഷം കൃത്യമായിട്ടുണ്ട്. കാരണം നിയമങ്ങളിൽ ഭേദഗതി വരണം. കാരണം ഈ ഒരു മൃഗത്തിനെ ഒരിക്കലും കാട്ടുപന്നി എന്ന് പറയാൻ കഴിയില്ല. സാധാരണക്കാരുടെ ജനവാസ മേഖലകളിലേക്ക് കടന്നു കയറി വന്ന് ആദ്യം കൃഷി നശിപ്പിക്കുന്നു, സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കുന്നു, പിന്നീട് ജീവനാശം പോലും ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ ആ ഒരു രോഷം തന്നെയാണ് ആളുകൾക്കൊക്കെ തന്നെയുള്ളത്. കാരണം ഒരു സാധാരണക്കാരനായ ഒരു വയോധികനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആളുകൾക്കൊക്കെ തന്നെ എന്താവശ്യത്തിനും ഓടിക്കൂടി എത്തിയിരുന്ന ഒരാൾക്ക് തന്നെയാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒട്ടേറെ ആളുകൾ ഈ വിവരം അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ചേട്ടാ, പരിചയം ഉണ്ടായിരുന്നു? ശ്രീധരനായിട്ട് പരിചയം? ഞാൻ നല്ല പരിചയമാണ്. അവസാനമായിട്ട് എപ്പോഴായിരുന്നു കണ്ടത്? നമ്മൾ 2 ദിവസം ക്ഷേത്രത്തിൽ നല്ല ഉഷാറാണ്, വേറെ അസുഖമൊന്നുമില്ല. ഇവിടെ ഇതിനു മുൻപും കുരങ്ങൻ്റെയും കാട്ടുപന്നിയുടെ ഒക്കെ ശല്യം ഉണ്ടായിരുന്നു? ഉണ്ടായി, പക്ഷേ കൃഷി നശിപ്പിക്കുന്ന ആൾ ഇതൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല. ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൂ അല്ലേ? കൃഷി എന്നെല്ലാം നശിപ്പിക്കും. ജനങ്ങളെ ഉപദ്രവിച്ചിട്ടില്ല. ആദ്യത്തെ സംഭവം ആളുകൾക്കൊക്കെ തന്നെ അത്തരത്തിലുള്ളൊരു അനുഭവമാണ് പറയാനുള്ളത്. കാരണം കപ്പത്തോട്ടത്തിലൊക്കെ തന്നെ ചെറിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് ഈ നാട്ടിലെ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. ഇപ്പോൾ ആളുകൾ വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമുക്കിവിടെ ഈ ഒരു പാടത്ത് കാണുന്ന ഏറെ നമുക്ക് മനസ്സ് ഉലയ്ക്കുന്ന കാഴ്ചകളാണ്. കാരണം പുൽത്തകിടികളിലൊക്കെ തന്നെ അങ്ങിങ്ങായി രക്തത്തുള്ളികൾ കിടക്കുന്നു, ചെരുപ്പ് തെറിച്ച് കിടക്കുന്ന കാഴ്ച. ഇവിടെ വരുന്ന സമയത്ത് തന്നെ നേരത്തെ നാൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹം കമിഴ്ന്ന് കിടക്കുകയായിരുന്നു. ശരീരമാസകലം മുറിവുകളായിരുന്നു. കാട്ടുപന്നി ആ സമയത്ത് ആളുകളുടെ സമീപം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ നിന്ന് ഓടി മറ്റൊരു ഭാഗത്തേക്ക് പോയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേച്ചി, ഇവിടെ സ്ഥിരമായിട്ട് എങ്ങനെ കാട്ടുപന്നിയുടെ ഒക്കെ ശല്യം ഉണ്ടാവും? എപ്പോഴും ശല്യം തന്നെ ഇവിടെ. നമ്മളൊക്കെ കായും എല്ലാം നശിപ്പിച്ച് ആൾ എപ്പോഴും വന്നിട്ട് ഇപ്പം സാരി കെട്ടിയിട്ട് തേച്ച് ഒരു കണ്ടം നശിപ്പിച്ച് തികച്ചും നശിപ്പിച്ച് നമ്മൾ. വനംവകുപ്പിൽ പരാതിപ്പെട്ടിരുന്നു? ആദ്യമൊന്നും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല എന്നല്ല പറയുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ സാരിയും മുള്ളുവേലിയെല്ലാം കെട്ടിയിട്ട് നിൽക്കുന്നത് നമ്മൾ. ഇതെങ്ങനെ അങ്ങനെ നമ്മളെ വായ്യ എല്ലാം നമ്മളെ വായ്യ. ഇത് സ്വന്തം വീടാ മടത്തിൽ. വീടിൻ്റെ തൊട്ടടുത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? വീടിൻ്റെ ഓർ സ്ഥിരം ഈലൂട്ട വരികയ്യ. സ്ഥിരം ഓർ ഈലൂട്ട വന്നിട്ട് ഓർക്ക് നമ്മളടുത്ത വാതിക്കല കൃഷി 3-4 സ്വന്തം കണ്ട ഓർ വേറെ കണ്ടത്തിൽ നിന്ന് ഓർ വെക്കൂല, ഓരോ കണ്ടത്തിൽ തന്നെ വെക്കുക.
ഇത് 9 മണിയായിട്ടില്ല. രാവിലെ 8:00 കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്നത് തന്നെയാണ്. കാരണം വനംവകുപ്പിലൊന്നും തന്നെ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. തികച്ചും പ്രാദേശികമായ രീതിയിൽ മുള്ളുവേലികൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മുളങ്കാടുകൾ ഉണ്ടാക്കി മൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം, പഴയ സാരികൾ തൂക്കിക്കൊണ്ട് മൃഗങ്ങളുടെ കണ്ണ് വെട്ടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയായിരുന്നു ജനങ്ങൾ നടത്തിയിരുന്നത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന്. കാരണം തീർച്ചയായും ഇതൊരു ജനവാസ മേഖലയാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്യമൃഗങ്ങൾ വരുന്ന സമയത്തൊക്കെ തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ആശയക്കുഴപ്പം പോലും പലപ്പോഴും വനംവകുപ്പിനുണ്ടായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾക്കിടയിലൊക്കെ ആ രോഷം തന്നെയുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കും? പാനൂർ വള്ളിയായി എന്ന് പറയുന്നത് തീർച്ചയായും ഏറെ കൃഷിഭൂമികളുള്ള ജനവാസ മേഖലയാണ്. അപ്പോൾ ഇവിടെ കാട്ടുപന്നികൾ ജനവാസ മേഖലകളിലേക്ക് എത്തുന്നു എന്ന അത് നിരവധി തവണയായി ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ തന്നെ വനംവകുപ്പിന്റെ മുന്നിൽ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കുരങ്ങിന്റെ ശല്യമുണ്ട് എന്നുള്ള കാര്യം, അതുപോലെ തന്നെ കാട്ടുപന്നിയുടെ ശല്യമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിരവധിയായ തവണ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിൽ നിന്നും തന്നെ വലിയ തോതിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കാൻ വനംവകുപ്പ് തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനങ്ങൾ അവരുടേതായ തദ്ദേശീയമായ രീതികളിലുള്ള പ്രതിരോധ മാർഗങ്ങളായിരുന്നു സ്വീകരിച്ചു പോരുന്നത്. പക്ഷെ അവരാരും അറിഞ്ഞിരുന്നില്ല അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ ഒരു നാട്ടുകാരന്റെ ജീവൻ ഇത്തരത്തിൽ കാട്ടുപന്നി അപഹരിക്കും എന്നൊരു കാര്യം. അപ്പോൾ ആ ഒരു ഭയം ആളുകൾക്കുണ്ട്. കാരണം അങ്ങിങ്ങും ഈ ഒരു പാടത്തിന്റെ അപ്പുറവും ഇപ്പുറവുമായി ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ സമയത്തും കൃഷിയുടെ ഭാഗമായും അതുപോലെ തന്നെ തൊഴിലിനായൊക്കെ തന്നെ പോകുന്ന സമയത്ത് അതിരാവിലെയൊക്കെ തന്നെ സ്ഥിരമായി കടന്നു പോകുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ധൈര്യത്തിലാണ് ഈ പരിസരത്തൂടെ ആളുകൾക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയുന്നത്? കൃഷി പൂർണ്ണമായി നശിക്കുന്ന ഒരു അവസ്ഥയാണ്. ജനങ്ങൾക്ക് അവരുടെ ജീവനോപാധി പോലും പൂർണ്ണമായി ഇല്ലാതാവുന്ന ഒരവസ്ഥ. ജനങ്ങൾക്കിടയിൽ ഈ ഒരു ഭീതി ആര് പരിഹരിക്കുമെന്ന ഒരു സംശയം തന്നെയാണ് ജനങ്ങൾക്ക് ഇപ്പോഴും നിലനിൽക്കുന്നത്. വനംവകുപ്പിൽ കൃത്യമായ വിവരം നൽകിയിരുന്നു എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ വനംവകുപ്പ് അത് എത്രത്തോളം വലിയൊരു വിഷയമല്ല. സ്വല്പം ചെറിയ കൃഷിനാശമൊക്കെ ഉണ്ടെങ്കിലും അത് നിങ്ങൾ തന്നെ പ്രാദേശികമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള രീതിയിലേക്കൊക്കെ തന്നെ വനംവകുപ്പ് അവരോട് കൈമലർത്തി എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പിന്നീട് ആണ് നാട്ടുകാർ പറയുന്നത് അവർ പ്രാദേശികമായി മുള്ളുവേലികൾ ഉണ്ടാക്കി, പിന്നീട് അതുപോലെ തന്നെ സാരി ഒക്കെ തന്നെ വെച്ച് മൂടിയാണ് അവരുടെ കാർഷിക വിളകൾ സംരക്ഷിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ചേട്ടാ കണ്ടപ്പോൾ പെട്ടെന്ന് അത് എൻ്റെ കൃഷിയാണ്. തോട്ടിനൊക്കെ കാണുന്ന കൃഷിയില്ലല്ലോ. ആട് എത്തുമ്പോഴത്തേക്ക് വയറും തുടങ്ങി പന്നി ആക്രമിച്ചിട്ടുള്ള ഇത് അവൻ്റെ ഇളയച്ചൻ്റെ വീടാണ്. ജയമാഷ് അങ്ങ് ഓടി വന്ന് ഞാനും ജയമാഷ് വീട്ടിൽ തന്നെ ഞാനും ഉണ്ട്. ഇത് തോടാണ്. അത് ആ മുള കണ്ടെങ്കിൽ ആ മുള അതിലെ കൂടി ചെറിയൊരു വഴിയുണ്ട്. അതിലെ കൂടിയാണ് ഞാൻ ബേക്കിലായിട്ടും ജയമാഷ് മുമ്പിലായിട്ടും വന്ന്. സംഭവ സ്ഥലത്ത് എത്തിയാൽ ഞാൻ ചോദിച്ചു ജയമാഷ് അതാരാന്ന്. അന്നേരം പറഞ്ഞ് സീതരാട്ടനാ സട്ടാന്ന് പറയും. അപ്പോഴത്തേക്കിന് മുമ്പായിരുന്നു തുടങ്ങിയത്. പിന്നെ ഞാനപ്പാട് എൻ്റെ കൈവിൻ്റെ പരമാവധി അതേ കൈ വെച്ചിട്ട് ഒച്ചയാണ്. അങ്ങനെ തോന്നിയാൾ വന്ന് വയലിലാളല്ലോ. അങ്ങനെ വന്ന് സംഗതി വന്ന് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളം പറഞ്ഞ് വെള്ളം വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് പിന്നെ കുറേ ആൾക്കാർ വന്ന് 4 ഇതുണ്ടല്ലോ നമ്മളെ വിരിപ്പ് മടക്കിയിട്ട് അതിൽ കടത്തി ചെരിച്ചാക്കിയിട്ട് അതിലാക്കി അതിലങ്ങനെ തൂക്കി പിടിച്ചിട്ട് തന്നെ കൊണ്ടേയാണ്. കാലിയാൻ പിടിച്ച് 4 ആൾ പോരെയും പിടിച്ച് അങ്ങനെ വീട്ടിലെത്തിയതും പറഞ്ഞ് വാഹനത്തിൽ കാച്ചിലും പറഞ്ഞ് വെള്ളം പോകണം. ആടും വെള്ളം കൊടുത്തു. പിന്നെ അപ്പോൾ അങ്ങനെ പോയാ നല്ല പരിക്കുണ്ടായിരുന്നല്ലോ ശരീരത്തിൽ. പരിക്കെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഇല്ല കുറേ സാധനം പിന്നെ കീട നല്ലൊരു മുറി. പിന്നെ നെഞ്ചിൽ നല്ല മുറിയുണ്ട്. ഇതാണ് തോന്നും. നെഞ്ചാന്ന് പറഞ്ഞ ഒരു ഇലയിട്ട് കൊണ്ടാൽ തൊട്ടില്ല. ഇങ്ങനെ തൊടുമ്പോൾ എന്ന് വെച്ചാൽ ശരിക്കും എന്തോ മൊത്തത്തിൽ കുലുങ്ങും പോലെയുണ്ട്. അതിനായിട്ട് വിട്ട് പിന്നെ നമ്മൾ പോകുന്ന സ്ഥിരം വിളിക്കുക ഏക്കയെന്നാ. സ്ഥിരം വിളിക്കില്ല. ഏക്കയൊക്കെ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ആദ്യത്തിനിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പറയപ്പെടുന്നത്. അപ്പം ഞാനിങ്ങനെ വാഴയ്ക്ക് വെള്ളം പൊരിയുന്നു. അപ്പം മക്കൾ വിളിച്ച് പറഞ്ഞ് നിങ്ങൾ വയലൊക്കെ ഉള്ള പൊരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയാ. അതാ സംഭവം. ഹോസ്പിറ്റലിൽ ശേഷമാണ് നമ്മൾ അറിഞ്ഞത്. മരണപ്പെട്ടത് ബോഡി ജീവനാടിൻ്റെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നവരും ജോയിനുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ നിന്നാണ് മരണപ്പെട്ടത്. പിന്നെ അതുപോലെ കണ്ടാൽ പറഞ്ഞത് ഈ നെഞ്ഞത്ത് ആഴത്തിലെ മുറിവുണ്ട്. നെഞ്ഞത്തും നെറ്റിക്കുമാണ് നല്ല മുറിവുള്ളത്. പിന്നെ ഇവർ കാലിനും പറഞ്ഞ് ഇതാണുള്ളത് സംഭവം. പിന്നെ ഇവരുടെ വീട് ഇതാണ്. ഇവരുടെ വീടിൻ്റെ വഴിയാണിത്.
ഇവിടുന്ന് എന്ന് വെച്ചാൽ നിങ്ങൾ ഇതല്ല നമ്മൾ കാട് പിടിച്ചോണ്ട് ഏകദേശം ഇവിടുന്ന് ഒരു 15 മീറ്റർ വ്യത്യാസമാണ് ഈ പുഴയും ഇവരുടെ വീടുമായിട്ട്. സാറിന് ഇവിടെ നടന്നു പോകുക ഇതിലോട്ടാണ്. ഇതിപ്പോൾ ഒരു 10 പിന്നെ ദിവസം കൊണ്ടേ വഴി കൊടുവാൾ ഇവിടുന്ന് കിട്ടി. 10 ദിവസം കൊണ്ടേ വഴി ആയിട്ടുള്ളൂ. ഇതുവരെ തടുത്തിൽ നിറയെ വെള്ളമായിരുന്നു. അപ്പോൾ അന്നേരം അതിലെ കൂടി വഴിയുണ്ട്, പാദം കാണിച്ചിട്ട് അക്കരെ പോകും. ഇപ്പോൾ ഒരു 10 ദിവസം കൊണ്ട് ഇപ്പം ഞാനും 2 ദിവസം മുമ്പേ മഞ്ഞളെല്ലാം കഴിച്ചിട്ട് ആ ഈ വീട്ടിൽ ഞാൻ 2 ആൾ തലയിൽ വെച്ചിട്ട് അതിൽ പോയി. തലയിൽ വെച്ചിട്ട് അങ്ങേ വഴിയിൽ നിന്ന് തലയിൽ വെച്ച് കടന്നിട്ട് അങ്ങ് പോയി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു ഷോർട്ട് വഴിയായിട്ടില്ല പോകുന്നതാണ്. മറ്റൊന്ന് മെയിൻ പെരിയ അങ്ങാണ് തടുപ്പാൽ എന്ന് പറഞ്ഞ പാലമുണ്ട് നമുക്ക്, അതും കടന്നിട്ടാണ് പോവുക. അങ്ങനെ ഇതിലെ കൂടി ഇപ്പോൾ ഇതിലെ കൂടി വന്ന് അങ്ങനെ വന്ന് ഇപ്പോൾ എൻ്റെ മുത്തി കൂടിയും പോയായിരിക്കും അത് സംഭവിച്ചത്.